1868 വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിക്കപ്പെട്ട അമ്പഴക്കാട് ആശ്രമ ദേവാലയത്തിലെ 40 മണിക്കൂർ ആരാധനയുടെ പരിസമാപ്തിക്ക് ചന്തം നൽകിയ ചടങ്ങായിരുന്നു ദേവമാത പ്രവിശ്യയിലെ നവസന്യാസികളുടെ വൃതാർപ്പണം. മലയാള മണ്ണിന്റെ തനതു സഭയായ CMI സഭയിൽ ഈ വർഷം വൃതാർപ്പണത്തിലൂടെ ദൈവവിളിക്ക് പ്രത്യേകത്വം നൽകിയത് 5 രാജ്യങ്ങളിൽ നിന്നുള്ള 45 നവസന്യാസികളാണ്. തൃശൂർ ദേവമാത പ്രവിശ്യയുടെയും കോയമ്പത്തൂർ പ്രേക്ഷിത പ്രവിശ്യയുടെയും അംഗങ്ങളായി കെനിയ, ഉഗാണ്ട, താൻസാനിയ, മഡഗാസ്കർ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 8 പേർ കൂടി CMI സഭയിലേക്ക് ഇത്തരുണത്തിൽ കടന്നു വന്നിരിക്കുന്നു. അമ്പഴക്കാട് നൗഷേറ്റ് ഭവനത്തിന്റെ വാതിൽ കടന്ന് പ്രാർത്ഥനയുടെ നിശബ്ദതയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ തലയ്ക്ക് മുകളിൽ ദശാബ്ദങ്ങൾക്ക് മുൻപ് എഴുതി വച്ചൊരു വചനമുണ്ട്: നീ ദൈവാനുഭവം അന്വേഷിച്ചാണ് വരുന്നതെങ്കിൽ ഇവിടം നിനക്കൊരു പറുദീസ ആയിരിക്കും. ഒരു നവസന്യാസി ഇരുന്ന് ധ്യാനിക്കേണ്ട ആദ്യത്തെ പാഠം. ഈ പഠനം പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു അർത്ഥയ്ക്ക് തിരുവസ്ത്രങ്ങൾ ലഭിക്കുന്നതും വൃതാർപ്പണത്തിലൂടെ തനിക്ക് സ്വന്തമായി നൽകപ്പെട്ടതെല്ലാം സ്വതന്ത്രനായി തമ്പുരാന് സമർപ്പിക്കുന്നതും. അതിനൊരുക്കമായി മാതാപിതാക്കൾ തങ്ങളുടെ മകനെ ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച് ആശീർവദിക്കുന്നുണ്ട്. ഇതിന് ചേർന്ന തിരുവചനങ്ങളാണ് കുർബാന മധ്യേ മനനം ചെയ്യുവാൻ വായിക്കപ്പെടുന്നത്. ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിക്കുന്നത് പല രീതിയിലാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. തിരുസന്ദേശം നൽകിയ ആന്റണി വേലത്തിപ്പറമ്പിലച്ചൻ പറഞ്ഞു, തിരുവസ്ത്രം പക്വത ലഭിക്കുവാൻ വേണ്ടി നൽകപ്പെടുന്ന മേൽവസ്ത്രമല്ല, മറിച്ച് പക്വത ഉള്ളവർ ധരിക്കേണ്ട വസ്ത്രമാണ്. പരിശീലനം ലഭിച്ച അർത്ഥികളെ സഭയിൽ സ്വീകരിക്കണമെന്ന് ഗുരുവച്ചൻ സഭാശ്രേഷ്ഠനോട് അഭ്യർത്ഥിക്കുന്നതാണ് അടുത്ത ഭാഗം. മാമോദീസ സമർപ്പണത്തിന്റെ പുഷ്പിത രൂപം എല്ലാവരും കേൾക്കെ വായിച്ച് കയ്യൊപ്പ് വെച്ച് സഭാശ്രേഷ്ഠന് നൽകുകയാണ് ഓരോ നവസന്യാസിയും. ഇതോടൊപ്പം ആദിവ്രതം കഴിഞ്ഞ ഇവരുടെ മുൻഗാമികളായ ശമാശന്മാരും തങ്ങളുടെ വ്രതം നവീകരിച്ച് സമർപ്പിക്കുന്നുണ്ട്. ലോകത്തിന് മരിച്ച് പുതുജീവൻ പ്രാപിക്കുന്നതിന്റെ പ്രതീകമായി തറയിൽ കമിഴ്ന്നു കിടന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് വ്രത വാഗ്ദാനം ചെയ്ത കൊച്ചു സന്യാസികൾ. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അടയാളമായി കുരിശും സ്നേഹസേവനത്തിന്റെ മാർഗദീപമായി ബൈബിളും അവർക്ക് നൽകപ്പെടുന്നു. തമ്പുരാന്റെ ആത്മത്യാഗത്തിനോടൊപ്പം തങ്ങളുടെ കാഴ്ച സമർപ്പണങ്ങളും ചേർത്തുവെച്ച് വിശുദ്ധ ബലിയർപ്പണം തുടരുകയാണിവിടെ. മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളുടെ മോദവും പ്രതീക്ഷയുമാണിവർ. അവർ വളർന്ന് ഫലം ചൂടി മറ്റുള്ളവർക്ക് തണലും ആശ്വാസവും നൽകുവാൻ അവരെ വിളിച്ച ഈശോ തന്നെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫാദർ ജോൺസൺ തളിയത്ത്.